അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ സ്ലീപ്പി ഹോളോ 1999 ഈ സിനിമ റിലീസായിരിക്കുന്നത്. സിനിമയുടെ തുടക്കം വാൻ ഗാരറ്റ് എന്ന ഒരാൾ ഒരു വിൽപത്രം തയ്യാറാക്കി അത് ഭദ്രമായി അടച്ചു വെച്ചതിന് ശേഷം തൻ്റെ മകനോടൊപ്പം കുതിരവണ്ടിയിൽ ഒരു തോട്ടത്തിന് സമീപത്ത് കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല നിലാവുള്ള രാത്രി, ഇടിമിന്നലും കാറ്റുമൊക്കെ ഉണ്ട്, ഏവരെയും ഭീതിപ്പെടുത്തുന്ന കാലാവസ്ഥ. അതിനിടയിൽ കൂടെ ഒരു കുളമ്പടി ശബ്ദം അദ്ദേഹം കേൾക്കുകയും അതവരുടെ മുന്നിലേക്ക് ചീറിപ്പായുകയാണ്. ഒപ്പം വാള് വീശുന്ന സൗണ്ടും. ശബ്ദം കേട്ട് മുന്നിലേക്ക് നോക്കി അദ്ദേഹം കാണുന്നത് തൻ്റെ തലയില്ലാത്ത മകനെയാണ്. ആരോ ഒരാൾ തൻ്റെ മകൻ്റെ തലയെ വെട്ടി മാറ്റിയിട്ടിരിക്കുന്നു. പേടിയോടുകൂടി എന്തു ചെയ്യണമെന്നറിയാതെ വഴിയിലെടുത്ത് അദ്ദേഹം ചാടുന്നു. തൊട്ടു മുന്നിലായി ഒരു നോക്കുകുത്തി നിൽപ്പുണ്ട്. പെട്ടെന്ന് പിന്നിൽ നിന്നും ശബ്ദം കേൾക്കുകയും തിരിഞ്ഞു നോക്കുമ്പോൾ അതേ ആള് ഇദ്ദേഹത്തിൻ്റെയും തല വെട്ടി മാറ്റുന്നു. ശേഷം കാണിക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയാണ്. വർഷം 1799 ഇത് നടക്കുന്നത്. അവിടെ ഒരു നദിയിൽ അപ്രത്യക്ഷമായി ഒരു ബോഡി കിട്ടുന്നു. അത് കണ്ടെടുത്തത് ഒരു സത്യസന്ധനായ കേസൊക്കെ അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഇവന്റെ പേരാണ് ഇക്കാബോട്ട് ക്രെയിൻ. ക്രെയിനിന്റെ മേൽ ഉദ്യോഗസ്ഥൻ ഈ ബോഡിയെ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഇത് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടേ, പെട്ടെന്ന് ഇതിനെ തള്ളിക്കളയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും അതിനെതിരെയായി കോടതിയിൽ അദ്ദേഹം വാദിക്കുകയും ചെയ്യുന്നു. കേസിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത കോടതി അദ്ദേഹത്തിന്റെ വാദം തള്ളിക്കളയുന്നു. കൂടാതെ അടുത്ത ഗ്രാമത്തിൽ 3 കൊലപാതകം നടന്നു, അത് അന്വേഷിക്കാൻ വേണ്ടി നീ അവിടെ പോവണം, എന്നിട്ട് അതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് പറഞ്ഞ് കോടതി ക്രെയിനിനെ അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറെടുപ്പിക്കുന്നു. എന്നാൽ ആ സ്ഥലം തുടക്കത്തിൽ കണ്ട തലവെട്ടി മാറ്റിയ കൊലപാതകങ്ങൾ നടന്ന ഗ്രാമമായിരുന്നു. ആ ഗ്രാമത്തിനെ വിളിക്കുന്ന പേരായിരുന്നു സ്ലീപ്പി ഹോളോ. അങ്ങനെ 2 ദിവസത്തെ യാത്രയിൽ ക്രെയിൻ ആ സ്ലീപ്പി ഹോളോ ഗ്രാമത്തിലെത്തുന്നു. അവിടെ പകൽ സമയം പോലും ആരും പുറത്തിറങ്ങാറില്ല. ഡോറടച്ച് എല്ലാവരും അകത്തു തന്നെ ഇരിക്കും. അവിടുത്തെ ആളുകൾ അന്ധവിശ്വാസികളാണെന്നാണ് പലരും പറയുന്നത്. എന്നാൽ അന്ധവിശ്വാസത്തിലൊന്നും ക്രെയിൻ വിശ്വസിച്ചിരുന്നില്ല. അവിടുത്തെ ആളുകളുടെ പെരുമാറ്റമെല്ലാം ക്രെയിനിനെ കൂടുതൽ പേടിപ്പെടുത്തുന്നു. അങ്ങനെ ക്രെയിൻ അവിടുത്തെ മൂപ്പന്റെ വീട്ടിലെത്തുന്നു. അവിടെ വലിയ ആഘോഷം നടക്കുകയാണ്. സ്ട്രേഞ്ചർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അവനെ നോക്കുന്നുണ്ട്. അങ്ങനെ താൻ വന്നതിൻ്റെ കാരണം ക്രെയിൻ അദ്ദേഹത്തിനോട് പറയുന്നു. ഇവിടത്തെ തലയില്ലാ കൊലപാതകം കണ്ടുപിടിക്കാനാണ് ഞാൻ വന്നതെന്നും ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നും അവരെ അറിയിച്ചു. അങ്ങനെ ആ വീട്ടിൽ തന്നെ താമസിക്കാൻ അദ്ദേഹം അവനിക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. കൊലപാതകം ചെയ്യുന്നയാളെ കണ്ടുപിടിക്കാൻ വന്നതാണെന്ന് കേട്ടപ്പോൾ അവിടെയുള്ളവരെല്ലാം വലിയ സന്തോഷത്തിലാവുന്നു. ഈ ഒരവസ്ഥ ഇവിടുത്തെ ആളുകളുടെ സമാധാനം നഷ്ടപ്പെടുത്താൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് ക്രെയിൻ അവരോട് ചോദിച്ചു മനസ്സിലാക്കുന്നു. ഒരു യോദ്ധാവ് തലവെട്ടി മാറ്റിയ നിലയിൽ മരിച്ചെന്നും അദ്ദേഹത്തിന്റെ പ്രേതമാണ് ഒരു കറുത്ത കുതിരയിൽ വന്ന് ഇവിടുത്തെ ആളുകളുടെ തലയെ വെട്ടിമാറ്റി ആ തലയും എടുത്തുകൊണ്ട് പോകുന്നതെന്ന് അവർ പറഞ്ഞു. ഇത് കേട്ട് ആദ്യം കുറച്ച് പേടിച്ചെങ്കിലും ഇത് വിശ്വസിക്കാൻ ക്രെയിൻ തയ്യാറായില്ല. മരിച്ചവരുടെ ബോഡി മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ, ആരുടെയും തല ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും അത് മുഴുവനും ഉൾക്കൊള്ളാൻ ക്രെയിനിനെ സാധിച്ചില്ല. ഈ സമയം പുറത്ത് ആ ഹോഴ്സ്മാന്റെ വരവും കാത്ത് ഒരാൾ തോക്കുമായി ഉന്നം വെച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും അവിടുത്തെ മൃഗങ്ങളെല്ലാം ശബ്ദമുണ്ടാക്കുകയും ആളുകളെ തലവെട്ടിക്കൊല്ലുന്ന ഈ ഹോഴ്സ്മാൻ അങ്ങോട്ടേക്ക് വരികയും ചെയ്യുന്നു. കണ്ടപാടെ പേടിച്ചു വിരണ്ട് അതിനെ കൊല്ലാൻ നിന്നിരുന്ന യുവാവ് താഴേക്ക് ചാടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. നിർഭാഗ്യവശാൽ ഈ സാത്താൻ എപ്പോഴത്തെയും പോലെ ഇവന്റെ തലയും വെട്ടിമാറ്റി കൊലപ്പെടുത്തുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ അവിടുത്തെ ഗ്രാമീണർ ഇവന്റെ ബോഡി കണ്ടെത്തുന്നു. ഈ കാര്യം അവർ ക്രെയിനിനെ അറിയിക്കുകയും ചെയ്യുന്നു. അവൻ വന്നു നോക്കുമ്പോൾ ഈ നാട്ടുകാരെല്ലാം പറഞ്ഞത് ശരിയാണ്, ബോഡിക്ക് തലയില്ല. ഇത് വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒന്നാണ്. എത്രയൊക്കെ ചിന്തിച്ചിട്ടും കാര്യം എന്താണെന്ന് ക്രെയിനിന് മനസ്സിലാകുന്നില്ല. ഈ മരിച്ചിരിക്കുന്ന ആളിന് ഒരു മകനുണ്ട്. ഇവനാണ് മസ്ബത്ത്. ഇവന്റെ അച്ഛനാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. എനിക്കിനി വേറെ ആരുമില്ല, ഞാൻ നിങ്ങളുടെ കൂടെ സഹായിക്കാൻ നിൽക്കാം, എന്താവശ്യത്തിനും കൂടി നിൽക്കാമെന്ന് അവൻ ക്രെയിനിനോട് പറയുന്നു. അപ്പോഴാണ് മൂപ്പന്റെ ബന്ധത്തിൽ ഒരാൾ ഇതും കൂടി ചേർത്ത് 5 പേരാണ്, എനിക്ക് തെറ്റിയതാണ്, 5 പേരാണ് മരിച്ചിരിക്കുന്നതെന്ന് അയാൾ അവനെ അറിയിക്കുന്നത്. അങ്ങനെ മസ്ബത്തിനെയും കൂട്ടി ബാക്കിയുള്ളവരുടെ സഹായത്താൽ ഈ സാത്താന്റെ കയ്യിൽ നിന്നും മരിച്ചവരുടെ മൃതദേഹങ്ങൾ മണ്ണിൽ നിന്നും തിരിച്ചെടുക്കുന്നു. മരിച്ചതിൽ ഒരു പെണ്ണും കൂടി ഉണ്ടായിരുന്നു. ആ പെണ്ണിന്റെ വയറിൽ വാളുകൊണ്ട മുറിവിന്റെ പാട് കണ്ട് സംശയം തോന്നി അവളുടെ മൃതദേഹം തന്റെ റൂമിലെത്തിക്കുകയും ബാക്കിയുള്ളവരെ പറഞ്ഞയച്ച് ഒരു പരീക്ഷണം ക്രെയിൻ അവിടെ നടത്തുന്നു. ഈ പെൺകുട്ടിക്ക് ഒരു കുട്ടിയുണ്ട്. ഇവൾ പ്രസവിച്ച ഒരു പെണ്ണായിരുന്നു എന്ന് ബാക്കിയുള്ളവരെ ക്രെയിൻ അറിയിച്ചു. ഈ മരിച്ചവരെല്ലാവർക്കും തമ്മിൽ ഒരു കണക്ഷൻ കാണുമെങ്കിലോ എന്തെങ്കിലും കാരണത്താലായിരിക്കും ഇവരെ കൊല്ലാൻ കാരണം എന്നൊരാശയം ക്രെയിൻ മുന്നോട്ട് വെച്ചു. അന്ന് രാത്രി ഹോഴ്സ്മാനെ ക്രെയിൻ കാണാനിടയാകുന്നു. എന്നാൽ അത് ഹോഴ്സ്മാൻ ആയിരുന്നില്ല. ആ ഗ്രാമത്തിലുള്ള കുറച്ച് തലതെറിച്ച പിള്ളേര് ക്രെയിനിനെ ഒന്ന് പേടിപ്പിച്ചതായിരുന്നു. പേടിച്ചതുകൊണ്ട് തന്നെ ക്രെയിനിന് നല്ല പനിയുമുണ്ട്. ഉറങ്ങുന്ന സമയത്ത് ക്രെയിൻ തൻ്റെ കുട്ടിക്കാലത്ത് അമ്മയോടൊപ്പമുള്ള കാര്യങ്ങൾ സ്വപ്നം കാണുന്നു.
ശേഷം അവിടുത്തെ മൂപ്പന്റെ മകളായ കത്രീനയോട് അവൻ കൂടുതൽ അടുക്കുന്നു. ഗ്രാമത്തിലെ നിഗൂഢമായ കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കുകയാണ്. അത് കഴിഞ്ഞ് മൂപ്പന്റെ ഏറ്റവും അടുത്ത ഒരാൾ എനിക്ക് ഓഫീസിൽ പെട്ടെന്ന് പോവണം, ഒരു സീക്രട്ട് തപ്പിയെടുക്കാനുണ്ടെന്ന് പറഞ്ഞ് പോവാനൊരുങ്ങുമ്പോൾ അവിടേക്ക് ഹോഴ്സ്മാൻ വരികയും അദ്ദേഹത്തിന്റെ തല വെട്ടി മാറ്റുകയും ചെയ്യുന്നു. ശേഷം തല എടുത്തുകൊണ്ട് പോകുന്നത് നേരിട്ട് ക്രെയിൻ കാണാനിടയാവുന്നു. ഇത് കണ്ടതോടെ ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് ശരിയാണെന്ന് അവന് മനസ്സിലായി. നേരിട്ട് തല വേർതിരിഞ്ഞ് കിടക്കുന്നത് കണ്ട ക്രെയിനിനെ പേടിച്ച് പനി വീണ്ടും കൂടുകയാണ്. അപ്പോഴും തന്റെ കുട്ടിക്കാലം അവൻ ഓർമ്മിച്ചെടുക്കുന്നു. തന്റെ അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുന്ന രംഗമാണ് അവൻ ഓർത്തെടുക്കുന്നത്. ആ സ്വപ്നം കണ്ടവൻ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ മുമ്പിൽ മൂപ്പനും കുടുംബങ്ങളും നിൽക്കുകയാണ്. അവർ അവനെ വേണ്ടതുപോലെ പരിചരിക്കുന്നു. ശേഷം ക്രെയിൻ മസ്ബത്തുമായിട്ട് ഇതിൻ്റെയൊക്കെ ഒരു വിശദീകരണം കണ്ടെത്താൻ വേണ്ടി കുതിരപ്പുറത്ത് ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു മന്ത്രവാദിനിയുടെ അടുക്കലേക്ക് പോകുന്നു. അവിടെ വെച്ച് മന്ത്രവാദി എന്തൊക്കെയോ മന്ത്രം ചൊല്ലി പെട്ടെന്ന് അവനുമേൽ ചാടി വീണ് ഹോഴ്സ്മാൻ ഉള്ളത് ട്രീ ഓഫ് ദ ഡെഡിലാണെന്നും അവിടെ കയറി നോക്കിയാൽ നിനക്ക് ഇതിന് ഉത്തരം കിട്ടുമെന്ന് മന്ത്രവാദിനി പറയുന്നു. അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് അവർ കത്രീനയെ കാണുകയാണ്. കത്രീന ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ മൂവരും ചേർന്ന് ആ മരത്തിന്റെ മുമ്പിൽ എത്തുന്നു. സംശയം തോന്നിയ ക്രെയിൻ കോടാലി എടുത്ത് മരത്തിന്റെ തണ്ടിനെ വെട്ടുന്നു. അപ്പോഴേക്കും അതിൽ നിന്നും ബ്ലഡ് വരികയാണ്. ശേഷം ഒരു ഭാഗം തന്നെ വെട്ടിയെടുക്കുമ്പോൾ ഹോഴ്സ്മാൻ വെട്ടിയെടുത്ത ആളുകളുടെ തല മുഴുവൻ അവിടെ തിങ്ങി നിറഞ്ഞു കിടക്കുന്നു. ശേഷം മരത്തിന്റെ സമീപം കുഴിച്ചു നോക്കുമ്പോൾ ഈ ഹോഴ്സ്മാൻ എന്ന് പറയുന്ന യോദ്ധാവിന്റെ ശരീരം മാത്രം അവിടെ കിടക്കുന്നുണ്ട്. തല കാണാനില്ല. അങ്ങനെയെങ്കിൽ ഈ തലയ്ക്ക് വേണ്ടിയായിരിക്കും ഈ യോദ്ധാവിന്റെ പ്രേതം മറ്റുള്ളവരുടെ തല വെട്ടിയെടുക്കുന്നതെന്ന് ഒരാശയം ക്രെയിൻ അവരോട് പറഞ്ഞു. അപ്പോഴേക്കും മരത്തിനകത്ത് നിന്നും ഈ ഹോഴ്സ്മാൻ പുറത്തേക്ക് വരികയാണ്. ഇതേ സമയം ആ സാത്താന്റെ വരവിനെയും കാത്ത് 3 പേർ പുറത്ത് തോക്കുമായി നിൽക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും കുഞ്ഞുമായി സന്തോഷത്തോടെ കഴിയുകയാണ്. എന്നാൽ ഇവരെ കൊല്ലാൻ വേണ്ടിയാണ് ഈ സാത്താൻ പുറത്തേക്ക് വന്നത്. അങ്ങനെ ആ ക്രൂരൻ അവരുടെ വീട്ടിലേക്ക് വരികയും അവരുടെ തലവെട്ടി കൊല്ലുകയും ചെയ്യുന്നു. ഒപ്പം കുട്ടിയെയും ദയയില്ലാതെ കൊല്ലുകയാണ്. എന്നിട്ട് അവരുടെ തലകളുമായി തിരിച്ചു പോകുന്ന വഴിക്ക് സൗണ്ട് കേട്ട് പുറത്തുനിന്ന ഒരാൾ ഇത് കാണുകയും അവൻ സാത്താനെ വെടിവെച്ചിടുകയും ചെയ്യുന്നു. പക്ഷേ സാത്താൻ മരിക്കുന്നില്ല. എത്ര മരിച്ചാലും തിരിച്ചെഴുന്നേറ്റ് വരും. ഇതിനകം തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലായ ക്രെയിൻ അവിടെ എത്തി അതിനെ ഒന്നും ചെയ്യരുത്, എന്തായാലും നിന്നെ അത് ഉപദ്രവിക്കില്ല, ഇത് ആളുകളെ ലക്ഷ്യം വെച്ചാണ് വരുന്നതെന്ന് പറഞ്ഞ് അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൻ അതിനോട് വീണ്ടും വീണ്ടും പോരാടുന്നു. അവസാനം സാത്താൻ അവനെ കൊല്ലുകയാണ്. ശേഷം അത് അവിടെ നിന്നും കടന്നു പോകുന്നു. ഈ കൊലയും കണ്ടതോടുകൂടി ക്രെയിൻ ബോധം കെട്ട് വീഴുന്നു. കണ്ണു തുറക്കുമ്പോൾ അവൻ വീടിനകത്താണ്. താൻ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം അവൻ അവരോട് പറയുന്നു. മുന്നിൽ നിന്നിരുന്ന നമ്മളെ ഒന്നും അത് ചെയ്തില്ല, ഇത് ആളുകളെ ലക്ഷ്യം വെച്ചാണ് കൊല്ലുന്നത്. അതിനുള്ള എന്തോ ഒരു കാര്യമായിട്ട് ഈ ഗ്രാമത്തിൽ നടക്കുന്നുണ്ട്, അത് നമുക്കിനി കണ്ടുപിടിക്കണമെന്ന് പറയുന്നു. പിന്നീട് ഉറക്കത്തിനിടയ്ക്ക് തൻ്റെ അച്ഛൻ തൻ്റെ അമ്മയെ കൊല്ലുന്നത് ചെറുപ്പത്തിൽ കണ്ട കാര്യം സ്വപ്നം കാണുകയും ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ ഫ്രണ്ടിൽ കത്രീന അവനെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഇഷ്ടത്തിലാവുന്നു. ശേഷം ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കത്രീനയുടെ അച്ഛൻ, അതായത് ഈ ഗ്രാമത്തിലെ മൂപ്പനായ അദ്ദേഹത്തിന് മേൽ ക്രെയിനിൻ്റെ സംശയങ്ങൾ എത്തിച്ചേരുന്നു. ഇദ്ദേഹത്തിന് ആപത്ത് വരാൻ പോകുന്നുവെന്നും ഇനി ആ സാത്താൻ്റെ കയ്യിൽ നിന്നും ഇദ്ദേഹമായിരിക്കും മരിക്കാൻ പോകുന്നുവെന്ന നിഗമനത്തിൽ ക്രെയിൻ എത്തിച്ചേരുന്നു. അന്ന് രാത്രി കത്രീനയുടെ വീട്ടിൽ നിന്നും ആരോ ഒരാൾ വിളക്കുമായി പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് ക്രെയിൻ കാണുകയും അവൻ അതിനെ പിന്തുടർന്ന് പോയി നോക്കിയപ്പോൾ കണ്ടത് അത് കത്രീനയുടെ രണ്ടാനമ്മയായിരുന്നു. കത്രീനയുടെ സ്വന്തം അമ്മ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവർ മറ്റൊരാളുമായി ബന്ധത്തിലേർപ്പെടുകയാണ്. ഒപ്പം അവർ തൻ്റെ കൈയിനെ സ്വയം കത്തികൊണ്ട് മുറിക്കുന്നു. എന്നാൽ ഇതെന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും ക്രെയിനിന് മനസ്സിലാവുന്നില്ല. പിറ്റേന്നാവുമ്പോൾ താൻ കണ്ടുപിടിച്ച് എഴുതി വെച്ചിരുന്ന ലെറ്റർ ഒന്നും അവിടെ കാണാനില്ല. സംശയം കൊണ്ട് കത്രീനയുടെ അടുക്കൽ ക്രെയിൻ പോയി നോക്കുമ്പോൾ ആ ലെറ്ററൊക്കെ അവൾ കത്തിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം നീ കേസന്വേഷിക്കാൻ വന്ന് അതെൻ്റെ അച്ഛൻ ആപത്താവുമോ? നീ പറഞ്ഞതൊന്നും എനിക്ക് വിശ്വാസമാവുന്നില്ല. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇന്നു മുതൽ ഞാൻ നിന്നോടുള്ള അടുപ്പം നിർത്തുന്നു എന്ന് പറഞ്ഞ് അവൾ സങ്കടത്തോടെ അവിടെ നിന്നും പോകുന്നു. അന്ന് രാത്രി ഈ സംഭവത്തെക്കുറിച്ച് നാട്ടുകാരുമൊത്ത് ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി എല്ലാവരും ഒരു മീറ്റിംഗ് കൂടുന്നു. അതിനായി കത്രീനയുടെ അച്ഛൻ പുറത്തു നിന്നിരുന്ന അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയെ ചെന്ന് വിളിക്കുമ്പോൾ പിന്നിൽ നിന്നും ആ സാത്താൻ വരികയും അവരെ കൊല്ലാനുള്ള പുറപ്പാടിൽ നിൽക്കുകയാണ്. ഇത് കണ്ട് അദ്ദേഹം പേടിച്ചു വിരണ്ട് മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്കെത്തുകയും തൻ്റെ മകളെ കണ്ട് നിന്റെ രണ്ടാനമ്മയെ ആ സാത്താൻ കൊന്നുവെന്നും കഷ്ടിച്ചാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നും പറയുന്നു. അപ്പോഴേക്കും അവിടെ സാത്താൻ അതിവേഗത്തിൽ വരികയാണ്. ഇത് കണ്ടു നിന്ന് എല്ലാവരും മീറ്റിംഗ് ഹാളിനകത്തേക്ക് കയറി കഥ കടച്ചു. പക്ഷേ സാത്താന് അകത്തേക്ക് കയറാൻ സാധിക്കില്ല. കാരണം അവർ മന്ത്രം ചൊല്ലി അവിടെ മുഴുവൻ തളച്ചിട്ടിരിക്കുകയാണ്. അകത്ത് വെച്ച് മൂപ്പൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തിനോട് നീ എന്തായാലും മരിക്കും, നിന്നെ തപ്പിയാണ് അത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് വാക്ക് തർക്കമുണ്ടാവുന്നു.
തുടർന്ന് അദ്ദേഹം ഒരാളെ ഷൂട്ട് ചെയ്തു കൊല്ലുന്നു. അങ്ങനെ ബാക്കിയുള്ളവരെല്ലാം അദ്ദേഹത്തിന് നേരെ തിരിയുമ്പോൾ ആ സാത്താൻ പുറത്തുള്ള വേലിയിലെ തടിയെടുത്ത് അതിൽ കയറ് കെട്ടി മൂപ്പനെ എറിഞ്ഞു കുത്തിക്കൊല്ലുന്നു. എന്നിട്ട് അദ്ദേഹത്തിനെ വലിച്ചെടുത്തു കൊണ്ടുപോവുകയും തലയെ വെട്ടി മാറ്റുകയും ചെയ്യുന്നു. ഈ ഒരു കാഴ്ച കത്രീനയെ ബോധം കെടുത്തുന്നു. അങ്ങനെ പിറ്റേന്നാവുമ്പോൾ തനിക്കൊന്നും ഇവിടെ ചെയ്യാൻ കഴിയാത്തതുകൊണ്ടും എല്ലാം മതിയാക്കി ക്രെയിൻ നാട്ടിലേക്ക് തിരിച്ചു പോവാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ മസ്ബത്തിനോട് യാത്ര പറഞ്ഞിട്ട് കുതിരവണ്ടിയിൽ കയറി യാത്ര തുടങ്ങുമ്പോൾ മരിച്ച മൂപ്പന്റെ രണ്ടാം ഭാര്യയുടെ മൃതശരീരം ആളുകൾ കുടിച്ചിടാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവരുടെ കയ്യിലെ മുറിവ് ക്രെയിൻ ശ്രദ്ധിക്കാനിടയായി. പെട്ടെന്നൊരു സംശയം തോന്നിയ ക്രെയിൻ തിരിച്ചു വന്ന് അവരുടെ കൈയിനെ നോക്കുമ്പോൾ മുറിവ് അധികം ഉണങ്ങിയിട്ടില്ല. പോരാത്തതിന് മരുന്ന് വെച്ച് കെട്ടിയതിൻ്റെ പാടുകളും ഇല്ലായിരുന്നു. ഇത് കണ്ടതോടെ ഇത് മരിച്ച മൂപ്പന്റെ രണ്ടാം ഭാര്യയല്ലെന്ന് അവന് മനസ്സിലായി. എന്തോ ഒരു ചതി പറ്റിയിട്ടുണ്ടെന്ന് അവനിക്ക് ഉറപ്പായി. അപ്പോഴാണ് കത്രീനയുടെ മുന്നിൽ മരിച്ച അവളുടെ രണ്ടാനമ്മ വരുന്നത്. ഇത് കണ്ടതോടെ അവൾ ബോധം കെട്ട് വീഴുന്നു. സത്യത്തിൽ അവർ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ അവളെയും എടുത്ത് ഒരു രഹസ്യ റൂമിൽ പോയിട്ട് അവളുടെ മുടി കുറച്ചെടുത്ത് എന്തൊക്കെയോ മന്ത്രം ചൊല്ലി ഹോഴ്സ്മാനെ വിളിക്കുകയാണ്. ഇതിൽ യഥാർത്ഥ കൊലപാതകി ഇവരായിരുന്നു. ഇവരാണ് ഈ ഹോഴ്സ്മാനെ ഇത്രയും കാലം കൊണ്ട് കൺട്രോൾ ചെയ്തിരുന്നത്. ഇവരുടെ കയ്യിൽ ഹോഴ്സ്മാന്റെ തലയോട്ടി ഉണ്ടായിരുന്നു. അടുത്തത് കത്രീനയെ കൊല്ലാൻ അവൾക്ക് വേണ്ടി ഇവർ ആ സാത്താനെ വിളിക്കുകയാണ്. ചതി മനസ്സിലായ ക്രെയിൻ പെട്ടെന്ന് കത്രീനയുടെ അടുക്കലേക്ക് പോകുന്നു. അവർ കത്രീനയോട് എല്ലാം തുറന്നു പറയുന്നു. എൻ്റെ ബോഡിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ സെർവൻ്റ് ഗേളിനെ ഞാൻ കൊന്നു. എന്നിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന അതേ മുറിവ് ഞാൻ അവളുടെ കൈകളിലുമാക്കി. ഇനി ഹോഴ്സ്മാൻ്റെ വരവ് നിനക്ക് വേണ്ടിയാണെന്ന് പറയുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ഈ ഹോഴ്സ്മാനായ യോദ്ധാവിൻ്റെ മരണം ഞാൻ കണ്ടിരുന്നു. ഒരിക്കൽ ഞാൻ അവിടെ നിന്ന് അവൻ്റെ തലയോട്ടി കൈക്കലാക്കി. ഇനി ഞാൻ ചെയ്യുന്ന മന്ത്രം പോലെയാണ് അവൻ ആളുകളെ കൊല്ലുന്നതെന്ന് അവർ അവളെ അറിയിച്ചു. ഇനി നീയും കൂടെ മരിച്ചു കഴിഞ്ഞാൽ ഈ സ്വത്തൊക്കെ എൻ്റെ കൈകളിലാവും. അതിനുള്ള തയ്യാറെടുപ്പൊക്കെ ഞാൻ നേരത്തെ കൂട്ടി ചെയ്തു കഴിഞ്ഞുവെന്നും പറയുന്നു. എന്നാൽ ഇവിടെ നടക്കുന്ന സംഭാഷണങ്ങളെല്ലാം മസ്ബത്ത് ഒളിച്ചിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. പേടിച്ച് കത്രീന പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഈ സമയം കൊണ്ട് ക്രെയിൻ അവിടേക്ക് എത്തുന്നു. ഒപ്പം ആ സാത്താനും അവിടെ എത്തുകയാണ്. ശേഷം മൂവരും കൂടി അകത്തേക്ക് വീണ്ടും കയറി കാറ്റാടി പ്രവർത്തിക്കുന്ന മെഷീന് മുകളിലൂടെ കയറി പുറത്തേക്ക് ചാടുന്നു. അവിടെ മുഴുവൻ നാശമായെങ്കിലും സാത്താൻ അവർക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അവർ അവിടെ നിന്നും കുതിരവണ്ടിയിൽ കഷ്ടിച്ച് സാത്താൻ്റെ കയ്യിൽ നിന്നും ഒരുവിധം ട്രീ ഓഫ് ദി ഡെഡിലെത്തുന്നു. എന്നാൽ അവിടെ ദുഷ്ടത്തിയായ അവർ ഉണ്ടായിരുന്നു. അവർ ക്രെയിനിനെ വെടിവെച്ചിടുന്നു. പിന്നാലെ കത്രീനയ്ക്ക് നേരെ സാത്താൻ വരുമ്പോൾ വെടികൊണ്ട ക്രെയിനിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ശേഷം അവരുടെ കയ്യിൽ നിന്നും ആ തലയോട്ടി കൈക്കലാക്കി അത് ഹോഴ്സ്മാനെ എടുത്ത് തിരിച്ചെറിഞ്ഞു കൊടുക്കുന്നു. എന്നാൽ അതെടുത്ത് ഹോഴ്സ്മാൻ ഉടലിൽ വയ്ക്കുമ്പോൾ വലിയ ഭീകരതയോടുകൂടി ആ യോദ്ധാവ് തിരിച്ചു പഴയതുപോലെ ആവുന്നു. തുടർന്ന് ഈ യോദ്ധാവ് അവരെ എടുത്ത് ദേഷ്യത്തോടെ കടിച്ചു കുടയുകയും അവരുമായി ആ മരത്തിനകത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഗ്രാമത്തിലുള്ളവർ ഇത്രയും കാലം കൊണ്ട് അനുഭവിച്ച ഈ പേടി സ്വപ്നം അവിടെ മാറിയിരിക്കുന്നു. ശേഷം കത്രീനയും ക്രെയിനും ഒരുമിക്കുകയാണ്. ഒപ്പം മസ്ബത്തിനെയും കൂട്ടി മൂവരും തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു മടങ്ങുന്നു. ഇതോടുകൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്.